സർ, അങ്ങും ബഹുമാനരായ നേതാക്കളും ഇവിടെ ഉന്നയിച്ച പൊതു വികാരത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ബഹുമാനപ്പെട്ട VSും ശ്രീ വാഴൂർ സോമനും തങ്കച്ചൻ സാറും അടക്കം അവരൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളായി തുടരുകയാണ്. സർ, VSനെ സംബന്ധിച്ച് സാമൂഹ്യനീതിക്കായുള്ള പോരാട്ടത്തിൽ തീരാ നഷ്ടമാണ് VSൻ്റെ വേർപാട്. അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ തലങ്ങളിലും ഒരു പോരാട്ടത്തിൽ തന്നെയായിരുന്നു. കൗമാരത്തിലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുമൊക്കെ ഉണ്ടായ വിപരീതമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരുന്ന ആ പോരാട്ട വീര്യം തന്നെയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ അത് തുടർന്ന് മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. സർ, ഇവിടെ നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം പ്രധാനപ്പെട്ട അനവധി നിയമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പാരിസ്ഥിതിക സംരക്ഷണത്തിന് അദ്ദേഹം എന്നും മുഖ്യ പ്രാധാന്യം നൽകിയിരുന്നു. വികസനം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കില്ല, അവരുടെ ജീവിതത്തെ കൂടുതൽ മികച്ചതാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിൻ്റെ പൊതു രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. സർ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും വളരെ കർക്കശമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പ്രതിപാദിച്ച പോലെ വാർദ്ധക്യ സഹജമായ പരിമിതികൾ അദ്ദേഹം മാറി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം തന്നെ നൽകാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അനീതി എവിടെയുണ്ടെങ്കിലും അതിന് നേരെ പ്രതികരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവുമായിരുന്നു അപ്പോഴും നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു.